अस्सलामु अलैकुम वरहमतुल्लाहि वबरकातुहू। अल्हम्दुलिल्लाहि रब्बिल आलमीन वस्सलातु वस्सलामु अला सय्यिदिल अंबिया'i वल मुरसलीन व अला आलिहि व अस्हाबिहि व अज़वाजिहि व ज़ुर्रिय्यतिहि अजमईन। व बअदहु क़ाल अल्लाहु तआला फ़ी शअनि हबीबिहि इन्नल्लाहा व मलाइकतहु युसल्लूना अलन नबी या अय्युहल्लज़ीना आमनू सल्लु अलैहि व सल्लिमू तस्लीमा। अल्लाहुम्मा सल्लि अला सय्यिदिना व शफ़ीअना व हबीबना व मौलाना मुहम्मदिन व अला आलि सय्यिदिना व मौलाना मुहम्मदिन व बारिक वसल्लिम। मोहतरम खुलफ़ाए किराम व उलमाए इज़ाम और मेरे अज़ीज़ बुज़ुर्गों और मेरे अज़ीज़ साथियों, अल्लाह तबारक व तआला का हम पर बड़ा करम फ़ज़ल और उसके एहसान है कि उसने हम गुनहगार बदकार सियाहकार बंदों को अल्लाह अपने हबीब दो आलम के आखा इमामुल अंबिया अहमद मुश्तबा मोहम्मद मुस्तफ़ा सल्लल्लाहु अलैहि वसल्लम की उम्मत बाबरकत में पैदा किया और इस उम्मत में अल्लाह ने हमें पैदा होने का शर्फ़ अज़ीम अता फरमाया। अल्हम्दुलिल्लाह। അഭിമന്യരായ ഖുലഫാ നേതാക്കളെ, മറ്റു പണ്ഡിതന്മാരെ, മറ്റു സ്നേഹിതന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് ദോഷികളും പാപികളുമായ നമ്മെ ഇരുലോക നേതാവായ അമ്പിയാക്കളുടെ ഇമാമായ അഹ്മദ് മുസ്തഫ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉത്തമ സമുദായത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിച്ചു. മാത്രമല്ല അതിൻ്റെ യഥാർത്ഥ ബോധവും എഹ്സാസും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുകയും അതിൻ്റെ ശ്രേഷ്ഠത കൊണ്ട് നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്തു. अल्हम्दुलिल्लाह। मज़ीद करम किया परवरदिगार ने हम और आप पर। उसने हमको मुहम्मदुर रसूलुल्लाह की उम्मत में पैदा करने के साथ ही साथ अल्लाह ने हमें अपने महबूबीन उलमाए रब्बानीन से निस्बतें भी अता फरमाई और उनके दामनों से जुटकर ज़िंदगी के मज़े उठाने के अल्लाह हम और आपको तौफीक अता फरमाया। അതിലുപരിയായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഹബീബിൻ്റെ ഉമ്മത്തിയിലായി നമ്മെ സൃഷ്ടിച്ചു. അതോടുകൂടെ അവൻ്റെ മഹബൂബീങ്ങളായ അവൻ്റെ ഇഷ്ടദാസന്മാരായ അള്ളാഹുവിൻ്റെ ഖാസായ അടിമകളുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ബന്ധപ്പെടുത്തുകയും അവരുടെ സുഹബത്തിലും സഹവാസത്തിലുമായിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ ആനന്ദത്തിലായിക്കൊണ്ട് ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യുകയും ചെയ്തു. और आज अल्लाह ताला हम और आपको फिर से इकट्ठा जमा होकर उसकी रज़ा की खातिर, उसके हबीब की रज़ा की खातिर अल्लाह की बातें और उसके रसूल का तज़किरा करने कि अल्लाह ने हम और आपको तौफीक अता फरमाई है। अल्लाह ताला से हम सबों की दुआ है जो भी हम सुन रहे हैं उस पर अमल करने की हमें तौफीक अता फरमाए। അതുപോലെ തന്നെ വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഫളല് കറന്നുകൊണ്ട് നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടുകയുണ്ടായി. ഇവിടെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അവനെ കുറിച്ച് സംസാരിക്കാനും അവൻ്റെ റസൂലിനെ കുറിച്ച് സംസാരിക്കാനുള്ള ഉന്നതമായ സൗഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുകയുണ്ടായി. ഞാൻ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുവേ, നിന്റെ തൃപ്തിയിലായിക്കൊണ്ട് ഞങ്ങളെ നീ ഇവിടെയും എല്ലായിടങ്ങളിലും നീ ഒരുമിച്ച് കൂട്ടണേ. हज़रीन इकराम, अल्लाह तबारक व तआला मुहम्मदुर रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम के सदक़े और तुफ़ैल में 18,000 मखलूक़ात को पैदा किया। पैदा करने के बाद अल्लाह ताला अपने मकसद को भी बयान किया है, अपने मंशा को भी बयान किया है, अपने मर्ज़ी को भी बयान किया और अपने क़ानून को भी बयान किया है, ताकि मेरे बंदे, मेरी मखलूक़ात जो भी अपनी ज़िंदगी को गुज़र बसर करे इस दुनिया में, मेरे मंशा व मर्ज़ी व क़ानून के तहत अगर अपनी ज़िंदगी को बसर करके ये लोग आएंगे तो इसके बदले में मैं उनसे राज़ी हो जाऊंगा और
और उनको जन्नत के आला मुकामात पर, मदारिज पर फाइज फरमाऊंगा। ബഹുമാനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് 80,000-ഓളം ഇനങ്ങളെ സൃഷ്ടിജാലങ്ങൾ അല്ലാഹു തആല സൃഷ്ടിച്ചു. അതോടുകൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരായ നമ്മെയും സൃഷ്ടിച്ചുകൊണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്നുള്ള ആ ഉദ്ദേശ ലക്ഷ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുകയുണ്ടായി. നിങ്ങളെ സൃഷ്ടിച്ചതിന്റെ പിന്നിൽ എന്താണ് എന്റെ ഉദ്ദേശം, നിങ്ങളെ സൃഷ്ടിച്ചതിൽ എന്താണ് എന്റെ താല്പര്യം, ഞാൻ എന്തൊക്കെ കാര്യങ്ങളെ കൊണ്ടാണ് തൃപ്തിപ്പെടുന്നത്, നിങ്ങളുടെ മേൽ ഞാൻ എന്തെല്ലാം നിയമങ്ങളാണ് നടപ്പിലാക്കുന്നത്, ഇങ്ങനെയുള്ള വളരെ വിശാലമായ കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചുകൊണ്ട് ആ സൃഷ്ടിപ്പിന്റെ ഉദ്ദേശം ഇതാണെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നു. എന്നിട്ട് ഈ പറയപ്പെട്ട അള്ളാഹുവിന്റെ തൃപ്തിപ്പെട്ട കാര്യങ്ങൾ എന്താണോ, അള്ളാഹുവിന്റെ നിയമങ്ങൾ എന്താണോ, ഇതിലൂടെ നിങ്ങൾ മുന്നേറുകയാണെങ്കിൽ, ഇതിലൂടെ നിങ്ങൾ പ്രാവർത്തികരായിക്കൊണ്ട് മുന്നേറുകയാണെങ്കിൽ നിങ്ങൾക്ക് നൽകാൻ പോകുന്നത് എന്താണ്? ഏറ്റവും ഉന്നതമായ പദവികൾ, അതുപോലെ തന്നെ സ്വർഗത്തിന്റെ ഏറ്റവും ഉന്നതമായ ശ്രേഷ്ഠമായ അവസ്ഥകളും അനുഭൂതികളും അതിന്റെ പദവികളുമായി നിങ്ങൾക്ക് ഞാനത് നൽകുന്നതാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നു. अगर मेरा मंशा, मेरा मर्जी, मेरा कानून के तहत अगर तुम जिंदगी बसर नहीं करेंगे तो अल्लाह ताला दूसरी जानिब जहन्नम को भी तैयार रखा है कि अगर तुम मेरे मंशा और मर्जी कानून के खिलाफ अगर जिंदगी गुजारेंगे तो तुम्हारा मुकाम ये अल्लाह ताला हम और आपकी हिफाजत फरमाए. അതേ പ്രകാരം തന്നെ അഥവാ നിങ്ങൾ എന്റെ താല്പര്യത്തിനെതിരായിക്കൊണ്ട്, എന്റെ നിയമവ്യവസ്ഥകൾക്കെതിരായിക്കൊണ്ട്, എന്റെ തൃപ്തിക്ക് എതിരായിക്കൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്താണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കി തരുന്നു. നിങ്ങൾക്ക് വേണ്ടി ജഹന്നം, നരകത്തെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളത്. അഥവാ അള്ളാഹുവിന്റെ താല്പര്യത്തിലല്ലാതെ, അള്ളാഹുവിന്റെ തൃപ്തിയിലല്ലാതെ, അള്ളാഹു നൽകിയതായ ആ നിയമത്തിന് അനുസൃതമായിട്ടല്ലാതെ നാം ജീവിക്കുകയാണെങ്കിൽ നമുക്ക് പോയി കിടക്കാനുള്ളത് ആ നരകത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നരകത്തിൽ നിന്ന് നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. अल्लाह तबारक व तआला अपने मंशा को बतलाने के लिए वक्तन फवक्तन अंबिया को इस दुनिया में भेजता गया, मबूस करता गया. हजरत आदम अलैहिस्सलाम को अल्लाह भेजा इस दुनिया में अपने मंशा को देकर. हजरत नूह अलैहिस्सलाम को भेजा, उनको भी अल्लाह अपने मंशा को बताकर, ताकि उनकी जितनी उम्मत है सबको, हजरत इब्राहिम हो या हजरत आदम हो या हजरत नूह हो या हजरत इस्माइल हो, हजरत इसहाक हो, हजरत मूसा हो, जितने भी अंबिया हो, हर कोई मेरे मंशा को, अपनी उम्मत को बयान करते रहे, मेरे बंदों को मुझसे जोड़ता रहे, मेरे बंदों को मेरी मर्जी बयान करते रहे, मेरा कानून को बयान करते रहे, ताकि मेरे बंदे मेरे पसंदीदा जिंदगी गुजार कर वो मेरी बारगाह में पहुंचे. ബഹുമാനികളെ, അള്ളാഹുവിന്റെ ഈ താല്പര്യം സമൂഹത്തിന് മുന്നിൽ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ കാലഘട്ടങ്ങൾക്കനുസരിച്ചുകൊണ്ട് ഓരോ സമയങ്ങളിലായി അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യത്യസ്ത അമ്പിയാക്കളെ ഈ ലോകത്തേക്ക് പറഞ്ഞുവിടുകയാണ്. ആദം നബി അലൈഹിസ്സലാമിനെ അവിടുത്തെ സമുദായത്തിലേക്ക് പറഞ്ഞുവിടുന്നു. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാമിനെ അവിടുത്തെ സമുദായത്തിലേക്ക് പറഞ്ഞുവിടുന്നു. ഇങ്ങനെ ഓരോരോ അമ്പിയാക്കളെയും എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആദം നബി അലൈഹിസ്സലാം ആവട്ടെ, നൂഹ് നബി ആവട്ടെ, മൂസാ നബി അലൈഹിസ്സലാം ആവട്ടെ, ഈസാ നബി അലൈഹിസ്സലാം ആവട്ടെ, ഇങ്ങനെയുള്ള ഒരുപാട് അമ്പിയാക്കൾ ഈ ലോകത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വിട്ടുകൊണ്ട് അല്ലാഹുവിന്റെ താല്പര്യം എന്താണ്, ഈ മനുഷ്യ സൃഷ്ടിപ്പിന്റെ മുന്നിൽ അല്ലാഹുവിന്റെ താല്പര്യം എന്താണെന്ന് ഈ സമുദായത്തിന് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിക്കൊണ്ട് ആ അമ്പിയാക്കളെ ഇവിടെ അയക്കുകയാണ്. കാരണം ആ താല്പര്യം എന്താണെന്ന് ഈ സമൂഹം മനസ്സിലാക്കുകയും ആ സമൂഹം ആ അള്ളാഹുവിന്റെ താല്പര്യത്തിലൂടെ മുന്നേറി അള്ളാഹുമായുള്ള ബന്ധം സ്ഥാപിച്ചുകൊണ്ട് സുന്ദരമായ ഒരു ജീവിതം കാഴ്ചവെക്കണമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സമുദായങ്ങളിലേക്ക് ഓരോ അമ്പിയാക്കളെയും പറഞ്ഞുവിടുകയാണ്. लेकिन किसी नबी की उम्मत पर, किसी नबी पर अल्लाह ताला अपने कामिल मंशा को बयान नहीं किया. अल्लाह अगर किसी नबी पर, किसी नबी की उम्मत पर अगर अपने कामिल मंशा, मर्जी, कानून को अगर बयान किया तो हम और आप गुलामान मुहम्मदुर रसूलुल्लाह पर अल्लाह ने दीन को मुकम्मल फरमाया है. എന്നാൽ ബഹുമാനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ താല്പര്യങ്ങൾ ഓരോ സമുദായത്തിനും ഓരോ അമ്പിയാക്കൾക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ പരിപൂർണമായ രീതിയിൽ, കാമിലായ രീതിയിൽ, പരിപൂർണമായ രീതിയിൽ
അള്ളാഹുവിന്റെ മനുഷ്യ പരിപൂർണമായും എത്തിച്ചു കൊടുത്തിട്ടുള്ളത് മറ്റുള്ള അമ്പിയാക്കൾക്കല്ല, ഒരു നബിമാർക്കും അതുപോലെ തന്നെ ആ സമുദായങ്ങൾക്കൊന്നും കാമിലായ പരിപൂർണമായ രീതിയിൽ അള്ളാഹുവിന്റെ മനുഷ്യനെ മനസ്സിലാക്കാൻ താല്പര്യത്തെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. എന്നാൽ കാമിലായ പരിപൂർണമായ രീതിയിൽ അള്ളാഹുവിന്റെ താല്പര്യം എന്താണെന്ന് പരിപൂർണമായും അത് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതുവരെ ഒരു നബിക്കും ആ ഒരു നബിയുടെ ഉമ്മത്തായ നമുക്കുമാണ്, അഥവാ നമ്മുടെ നിമിത്തം നമുക്കുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിച്ചിട്ടുള്ളത്. अल्लाह तबारक व तआला क्या इरशाद फरमा रहा है, अल-यौमा अकमलतु लकुम दीनकुम व अतममतु अलैकुम निअमती व रज़ीतु लकुम अल-इस्लाम दीना. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്? അൽ-യൗമ അക്മൽതു ലകും ദീനകും വ അത്മംതു അലൈക്കും നിഅമതി വ റദീതു ലകും അൽ-ഇസ്ലാമ ദീനാ. आज के दिन हमने तुम पर तुम्हारे दीन को मुकम्मल भी किया, नेमतों को भी मुकम्मल किए और दीन इस्लाम से हम राजी भी हो चुके हैं. ഇന്നത്തെ ദിവസം നിങ്ങളുടെ ദീനിനെ, നിങ്ങളുടെ മതത്തിന് ഞാനിതാ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. അതുപോലെ തന്നെ എന്റെ നിഅമത്തിനെ നിങ്ങളുടെ മേൽ ഞാൻ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. പോരാതെ നിങ്ങൾക്ക് വേണ്ടി ഞാനിതാ ഇസ്ലാം ദീൻ കൊണ്ട് തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. अब जरा हम यहाँ पर और फिक्र करने की हमारे लिए जरूरत है. अल्लाह ताला पिछले किसी नबी पर अपने कामिल मंशा को जब बयान नहीं किया, अगर कामिल मंशा को अगर बयान किया तो हम और आपके आका मोहम्मद रसूलुल्लाह पर, हम गुलामों पर अल्लाह जब दीन को मुकम्मल किया है, फिर हम जरा मुहासिबा करके देखें कि जिस नबी की उम्मत पर अल्लाह दीन को मुकम्मल किया, आज वो दीन को हम थामे हुए हैं या नहीं थामे हुए हैं. जो नबियों की उम्मत पर अल्लाह दीन को मुकम्मल नहीं किया, वो दीनदार बनकर अपनी जिंदगी गुजार रहे हैं. लेकिन अफसोस, सद अफसोस हमारी जिंदगियों पर, हम पर अल्लाह दीन को मुकम्मल किया है लेकिन हम वो दीन को छोड़कर अपनी जिंदगी को बसर कर रहे हैं. तो आप खुद जरा मुहासिबा करके देखिए कि मेरा मुकाम जन्नत में है या जहन्नम में. अल्लाह हमारी हिफाजत फरमाए. ബഹുമാനികളെ, ഇവിടെ നാം നമ്മെ സ്വയത്തൊരു ആത്മപരിശോധനയ്ക്ക് തയ്യാറാക്കേണ്ടതുണ്ട്. അഥവാ നാം ഏതൊരു നബിയുടെ ഉമ്മത്താണോ, അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊരു നബിയുടെ മേലിലെ അവന്റെ താല്പര്യങ്ങളുടെ എല്ലാ ഭാഗങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് പരിപൂർണമായ രീതിയിൽ അവന്റെ മനസ്സ്, അവന്റെ താല്പര്യം ഏതൊരു നബിയുടെ മേൽ ഇറക്കിയിട്ടുണ്ടോ, ഏതൊരു നബിക്ക് അറിയിച്ചു കൊടുത്തിട്ടുണ്ടോ, ആ നബിയുടെ ഉമ്മത്തായ നാം മറ്റുള്ള അമ്പിയാക്കൾക്കൊന്നും ഇതുപോലെ കാമിലായ രീതിയിൽ, പരിപൂർണമായ രീതിയിൽ അവന്റെ മനസ്സ് എന്തൊക്കെയാണെന്ന് എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് മറ്റുള്ള അമ്പിയാക്കൾക്കോ അവരുടെ സമുദായത്തിന് എത്തിച്ചു കൊടുത്തിട്ടില്ലെങ്കിലും അവർക്കനുസരിച്ചതായ ദീനിന്റെ അടിസ്ഥാനത്തിൽ അവർ ജീവിതം നയിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഈ കാമിലായ പരിപൂർണമായ രീതിയിൽ നമുക്ക് ദീനിന്റെ അവന്റെ താല്പര്യങ്ങൾ എന്തൊക്കെയാണെന്ന് എല്ലാ നിലക്കും മനസ്സിലാക്കി തന്ന ഈ സമുദായമായ നാം ഒന്ന് അല്പം ചിന്തിക്കേണ്ടതുണ്ട്. ഇന്ന് നമുക്ക് നൽകിയതായ ആ ദീനിന്റെ അടിസ്ഥാനത്തിലാണ് നാം ജീവിക്കുന്നത്. ആ ദീനിനെ മുറുകെ പിടിച്ചുകൊണ്ട് നാം നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടോ അതോ ഇല്ലേ എന്നുള്ള വിഷയത്തിൽ നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. അഥവാ അങ്ങനെ ഇല്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? നാം സ്വർഗാവകാശിയായി മാറുമോ അതോ നരകത്തിന്റെ അഹലുകാരായി മാറുമോ എന്നുള്ളതിൽ നാം ഭയപ്പെടേണ്ടതുണ്ട്. ബഹുമാനികൾ, जिस दीन को जिस उम्मत पर अल्लाह मुकम्मल किया है, आज अफसोस है उस उम्मत पर कि आज वो दीन को छोड़कर अपनी जिंदगी गुजार रहे हैं. बुजुर्गों, दीन कहते किसे हैं, सबसे पहले हम उसको समझने की जरूरत है. हर कोई ये कहता है अल्हम्दुलिल्लाह मैं दीनदार हूँ, दीनदार हूँ, दीनदार हूँ. बुजुर्गों, दीन कहते किसे हैं? मंशा इलाही, मर्जियात इलाही, कानून इलाही को जब दीन कहते हैं तो मंशा, मर्जी, कानून किस किस चीजों, किन किन चीजों पर आयद होती है, हम उस पर भी गौर फिक्र करने की जरूरत है. ബഹുമാനികളെ, ഏതൊരു സമുദായത്തിന്റെ മേൽ അല്ലാഹു പരിപൂർണമായ രീതിയിൽ അവന്റെ താല്പര്യങ്ങൾ അറിയിച്ചു കൊടുത്തിട്ടുണ്ടോ ആ സമുദായം വളരെ കഷ്ടം തന്നെയാണ്. ഇന്ന് ആ ദീനിനെ തൊട്ട് മുഖം തിരിച്ചു കളഞ്ഞിരിക്കുകയാണ്. ബഹുമാനികളെ, ഈ രംഗത്ത് നാം അല്ലാഹു നമുക്ക് അറിയിച്ചു തന്ന അവന്റെ താല്പര്യമായ ആ ദീനി എന്താണെന്ന് ആദ്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ആ ദീനി എന്ന് പറയുന്നത് എന്തിന്റെ പേരാണ്? അഥവാ അള്ളാഹുവിന്റെ താല്പര്യങ്ങൾ മനസ്സിലായി, അള്ളാഹുവിന്റെ താല്പര്യങ്ങൾ മറലിയാത്തയിലായി, അള്ളാഹു തൃപ്തിപ്പെട്ട കാര്യങ്ങളെ കാനൂനയിലായി, അള്ളാഹു നൽകിയതായിരിക്കുന്ന നിയമങ്ങൾ, ഈ കാര്യങ്ങൾക്കാണ് ദീൻ എന്ന് പറയുന്നത്. ഇങ്ങനെ ഈ മൂന്ന് കാര്യങ്ങൾ ദീനാണെങ്കിൽ ഈ കാര്യങ്ങൾ അള്ളാഹുവിന്റെ താല്പര്യങ്ങളാവട്ടെ,
അള്ളാഹു തൃപ്തിപ്പെട്ട കാര്യങ്ങളാവട്ടെ, അള്ളാഹുവിന്റെ നിയമാവലിയാവട്ടെ, ഈ കാര്യങ്ങൾ ഏതൊക്കെ വസ്തുക്കളോട് ബന്ധപ്പെടുമെന്ന് ആ സംഭവം നാം അറിഞ്ഞിരിക്കാൻ നമ്മുടെ മേൽ നിർബന്ധമാണ്. ये दीन मंशा इलाही, मर्जियात और ख़वानीन इलाही किन पर आयद होता है? इंसान पर आयद होता है। जब इंसान पर जब आयद होता है तो हम मुहासबा करना कि ये मंशा और मर्जी, ये कानून अल्लाह का जो है ये मुझ पर आयद हुआ, मुझ पर मैं इसके मुताबिक जिंदगी गुजार रहा हूँ या नहीं गुजार रहा हूँ। अगर गुजार रहे हैं अल्हम्दुलिल्लाह, अगर नहीं गुजार रहे हैं तो हम कोशिश करना कि दीन के मुताबिक अपनी जिंदगी को गुजारें। ബഹുമാനികളെ, അള്ളാഹുവിന്റെ മൻഷ എന്ന് നാം പറഞ്ഞു, അഥവാ അവന്റെ താല്പര്യങ്ങൾ, അതുപോലെ തന്നെ മറലി, അവന്റെ തൃപ്തിപ്പെട്ട കാര്യങ്ങൾ, അവൻ തൃപ്തിപ്പെടുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ കാനൂൻ, അവന്റെ നിയമങ്ങൾ, ഇത് ആരുടെ മേലാണ്? ആർക്കാണിത്? ആരോടാണിത് ബന്ധപ്പെടുന്നത്? മനുഷ്യനോടാണിത് ബന്ധപ്പെടുന്നത്. അപ്പൊ നാം ഒക്കെ മനുഷ്യരാണ്. മനുഷ്യരായ നാം ചിന്തിക്കണം, അള്ളാഹുവിന്റെ താല്പര്യത്തിനൊത്താണോ നാം ജീവിക്കുന്നത്? അള്ളാഹുവിന്റെ തൃപ്തിക്ക് അനുസൃതമായിട്ടാണോ നാം ജീവിക്കുന്നത്? അള്ളാഹുവിന്റെ നിയമം ലംഘിക്കാതെയാണോ നാം ജീവിക്കുന്നത്? അങ്ങനെ നാം ചിന്തിക്കുന്ന സമയത്ത്, അഥവാ അതിനനുസരിച്ചുകൊണ്ടുള്ള ജീവിതമാണ് നാം മുന്നോട്ട് നയിക്കുന്നതെങ്കിൽ അൽഹംദുലില്ലാഹ് വളരെ റാഹത്താണ്. പക്ഷേ അതല്ല, അവന്റെ നിയമങ്ങളെ തൊട്ടും അവന്റെ താല്പര്യത്തെ തൊട്ട് അവന്റെ തൃപ്തിയെ തൊട്ട് അകന്നുകൊണ്ടാണ് നാം ജീവിക്കുന്നത് എങ്കിൽ നാം അള്ളാഹുവിനെ ഭയക്കണം. അള്ളാഹുവിനെ ഭയന്നുകൊണ്ടുള്ളൊരു ജീവിതമാണ് നാം മുന്നോട്ട് നയിക്കേണ്ടത്. आज हम दीन समझे किसको है? आज दौरे हाजिर के मुसलमान के नजदीक दीन सिर्फ 10-15 मिनट का काम है। 10-15 मिनट, 1 घंटा दिन में मेहनत करेंगे तो दीनदार बन जाएंगे। 5 वक्त की नमाज पढ़ लो, जब रमजान आया रोजा रख लो, जब वक्त आया ज़कात दो, जब अल्लाह मौका दिया हज को चले जाओ। जब हज को भी जा रहे हैं, 1 लम्हा अरफात में रहे तो हज मुकम्मल हो जाएगा। ये सब 1 घंटे में, 2 घंटे में, जब रमजान आया तो 12-15 घंटे अगर एहतियात कर लिए, हम क्या समझ रहे हैं? अल्हम्दुलिल्लाह मैं दीनदार बन गया हूँ। बुजुर्गों, सिर्फ दीन इसका नाम नहीं है। दीन कहते किसे हैं? हम उसके हिसाब से अगर हम जिंदगी गुजारेंगे, अल्लाह हमारी जिंदगी को कबूल फरमाएगा। ബഹുമാനികളെ, ഇന്നിന്റെ മുസൽമാൻ, ഇന്നത്തെ നമ്മുടെ മുസ്ലിം സഹോദരന്മാര് ദീനിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത് എന്താണ്? അവരുടെ അടുക്കൽ ദീൻ എന്ന് പറഞ്ഞാൽ വെറും 10-15 മിനിറ്റ് മാത്രം നടത്തുന്ന ചില പ്രവർത്തനങ്ങളുടെ പേരാണ് അവരുടെ അടുക്കൽ ദീൻ എന്ന് പറയുന്നത്. നിസ്കാരത്തിന്റെ സമയമായാൽ നിസ്കരിക്കണം, നോമ്പിന്റെ വർഷത്തിൽ ഒരു മാസം വരുന്ന നോമ്പിന്റെ സമയമായാൽ നോമ്പ് അനുഷ്ഠിക്കണം, മുതലുണ്ടെങ്കിൽ സകാത്ത് കൊടുക്കണം, ഹജ്ജിന്റെ സമയമായാൽ ഹജ്ജിന് പോകണം എന്നതിലുപരി ദീന് എന്താണ് എന്ന് മനസ്സിലാക്കാൻ മുസ്ലിം സമുദായം തയ്യാറായിട്ടില്ല. ഹജ്ജ് കർമ്മം വളരെ ഒരു സെക്കൻഡ് നാം അറഫയിൽ നിന്നാൽ ആ അറഫ നമുക്ക് ലഭ്യമായി, അതിലൂടെ ഹജ്ജ് നമുക്ക് ലഭ്യമാവുന്നു. വർഷത്തിൽ ഒരു പ്രാവശ്യമാണ് റമദാൻ നോമ്പ്. ഇങ്ങനെ നാം അനുഷ്ഠിക്കുന്ന, നാം ദീനാണെന്ന് മനസ്സിലാക്കുന്ന ഓരോരോ കാര്യങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ ദീന് വളരെ 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 കുറഞ്ഞ സമയത്തോട് മാത്രം ബന്ധപ്പെട്ടതായി നമുക്ക് കാണാൻ കഴിയുന്നു. അങ്ങനെയാണ് ഇന്ന് മുസ്ലിം സമുദായം ദീനിനെ മനസ്സിലാക്കിയിട്ടുള്ളതെങ്കിൽ യഥാർത്ഥമായി കൊണ്ട് ദീനിനെ മനസ്സിലാക്കാൻ നാം ഓരോരുത്തരും തയ്യാറാവേണ്ടതുണ്ട്. आज ये दीन को हम नहीं समझने की वजह से क्या मामला है हमारा? नमाज हम पढ़ते हैं, बाजमात हम पढ़ते हैं, मस्जिद में हम पढ़ते हैं, नमाज से फारिग हुए फिर गुनाह में मसरूफ है। इमाम का भी वही हाल है, मुख्तदी का भी वही हाल है, हर किसी का वही हाल है। नमाज से फारिग हो रहे हैं, गुनाहों में मसरूफ है। दीनदार वो होता है गुनाह करने के बाद तौबा नहीं करता, बल्कि दीनदार वो होता है गुनाह के ख्याल पे भी वो तौबा करता है। ബഹുമാനികളെ, ഇന്ന് ദീനിനെ പരിപൂർണമായി നാം മനസ്സിലാക്കാത്തത് കാരണം നമ്മുടെ പ്രവർത്തനങ്ങളുടെ അവസ്ഥ എന്താണ്? നാം നിസ്കരിക്കുന്നവരാണ്. നിസ്കരിക്കുന്നു എന്ന് മാത്രമല്ല, നിസ്കാരം തന്നെ ജമാഅത്തോടുകൂടെ നിസ്കരിക്കുന്നവരാണ്. പക്ഷേ ആ നിസ്കാരം നിർവഹിക്കുന്നതോടുകൂടെ നാം അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത തെറ്റുകുറ്റങ്ങളിലായി കൊണ്ട് മുന്നേറുകയാണ്. ഒരു ഭാഗത്ത് നാം നിസ്കാരം നിർവഹിക്കുന്നു, എന്നാൽ മറുഭാഗത്ത് നാം തെറ്റിലൂടെ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തതായിരിക്കുന്ന ജീവിതം മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. കാരണം എന്താണ്? ആ നിസ്കരിക്കുന്ന ഇമാമും ആ നിസ്കരിക്കുന്ന മുഖ്തദിയൊക്കെ, ആ നിസ്കരിക്കുന്നതിന്റെ ബാക്കിൽ നിസ്കരിക്കുന്ന മാമും എല്ലാവരും ഇതിൽ ഒരുപോലെയാണ്.
ദീനിനെ മനസ്സിലാക്കാതെ ആ നിസ്കാരത്തിന്റെ നിർവഹണം ഇവൻ നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് കാരണം തന്നെ ഒരു ഭാഗത്ത് നിസ്കരിക്കുന്നതോടുകൂടെ തന്നെ മറുഭാഗത്ത് ഇവൻ തെറ്റുകുറ്റങ്ങളിലായിക്കൊണ്ട് മുന്നേറുന്ന ഒരു ദുരവസ്ഥ നാം ഇന്ന് നമ്മിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. बुजुर्गों, आज हमारा क्या मामला है? मुख्तसर वक्त में हम दीन को मुकम्मल कर रहे हैं। अरे जिस दीन को मोहम्मदुर रसूलुल्लाह 23-24 साल की मुद्दत में मुकम्मल किए, आज हम उनके गुलाम रह के 23 मिनट में दीन मुकम्मल हो रहा है। अफसोस, अल्लाह ताला हम सबों को सही दीन को समझने की तौफीक अता फरमाए। वो सहाबा थे मोहम्मदुर रसूलुल्लाह की सोहबत में बैठकर 23 साल लिए दीन मुकम्मल होने। आज हमको वो मोहम्मदुर रसूलुल्लाह की बज़ाहिर सोहबत तो नहीं मिली, वो सहाबा की सोहबत तो नहीं है। हम कितना मेहनत करना, दीन की इब्तिदा महद से है तो इख्तिताम लहद तक है। पैदा हुए जब से लेकर मौत तक दीन पर हमको मेहनत करना है, तब कहीं हम दीनदार बनेंगे। अल्लाह ताला वैसे दीनदार बनने की हम और आपको तौफीक अता फरमाए। ബഹുമാനികളെ, നാം ഇന്ന് അഥവാ മുസ്ലിം സഹോദരന്മാരിന്ന് ദീനിനെ വളരെ ചുരുങ്ങിയ സമയത്തിൽ ഒതുക്കി കൂട്ടിയിരിക്കുകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സഹാബത്തിന് ഈ ദീൻ പഠിപ്പിച്ചത് 23 വർഷങ്ങളായിരുന്നു. 23 വർഷത്തോളം ഈ ദീൻ പഠിപ്പിച്ചു കൊടുത്തു, അതും സഹാബാക്കൾക്ക്. എന്നാൽ നമ്മുടെ അവസ്ഥ എന്താണ്? ഇന്ന് 23 ദിവസങ്ങൾ പോലും നമുക്ക് ദീൻ പഠിക്കേണ്ടി വരുന്നില്ല. കാരണം അത്രയും വളരെ ഷോർട്ടായിക്കൊണ്ട് വളരെ ചുരുങ്ങിയതായ രീതിയിൽ നാം ഇന്ന് ദീനിനെ മനസ്സിലാക്കിയിട്ടുണ്ട്. അവിടെ ആരാണ് ദീൻ പഠിപ്പിച്ചു കൊടുക്കുന്നത്? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആർക്കാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്? അത് മഹാന്മാരായിരുന്ന സഹാബാക്കൾക്കാണ്. ഇങ്ങനെയുള്ള സഹാബാക്കൾക്ക് പോലും 23 വർഷം ആ ദീന് മനസ്സിലാക്കാൻ വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ, ബഹുമാനികളെ, നാം ഇന്ന് ഈ ചുരുങ്ങിയതായ കാലയളവിൽ എങ്ങനെ ഈ ദീനിനെ മനസ്സിലാക്കാനാണ്? അതുകൊണ്ട് തന്നെ ദീന് നാം മനസ്സിലാക്കിയതുപോലെ വളരെ ചുരുങ്ങിയ സമയത്തിന്റെ ഉള്ളിൽ, അതിന്റെ പരിധിക്കുള്ളിൽ മാത്രം ഒതുങ്ങിയ ഒന്നല്ല, മറിച്ച് നാം ഏതൊക്കെ കാലഘട്ടങ്ങളിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നോ ആ സമയത്ത് മുഴുവനും നമ്മോട് ദീന് ബന്ധപ്പെട്ടതാണ്. കട്ടിൽ മുതൽ മരണം വരെ, ഖബർ വരെ, നമ്മുടെ തൊട്ടിൽ മുതൽ മരണം വരെ, നാം ജീവിച്ചത് മുതൽ നാം മരിക്കുന്നത് വരെയും ദീനിന്റെ ഓരോ കാര്യങ്ങളും നമ്മോട് ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. बुजुर्गों, हमारा मामला है नमाज, रोजा, ज़कात, हज, दीन मुकम्मल, खत्म। ये सब जिस्म से लागू होने वाली चीजें हैं। ये सब ताल्लुक जिस्म से, क़ल्ब से इनका कोई ताल्लुक नहीं है। बुजुर्गों, अल्लाह का मंशा, मर्जी, कानून सिर्फ जिस्म पर आयद नहीं होती। जब इंसान पर आयद हो रही है तो इंसान सिर्फ जिस्म का रखने वाला नहीं है। अच्छा, इसको समझने की कोशिश करें। अल्लाह का मंशा, मर्जी, कानून इंसान पर आयद हो रही है, जिस्म पर आयद नहीं हो रही है, सिर्फ इंसान पर आयद हो रही है। जब इंसान पर आयद हो रही है तो इंसान कब बनता है? इंसान सिर्फ जिस्म को रखकर इंसान नहीं बन सकता। इंसान को अगर कामिल होना है, जिस्म को भी जरूरी है, क़ल्ब भी जरूरी है, रूह भी जरूरी है, सिर भी जरूरी है। मालूम क्या हुआ? जिस्म से भी अल्लाह का मंशा, क़ल्ब से भी अल्लाह का मंशा, रूह से भी अल्लाह का मंशा, सिर से भी अगर अल्लाह का मंशा अगर जारी होगा, तब कहीं हम कामिल दीनदार बनेंगे। अल्लाह वैसे दीनदार बनने की हम और आपको तौफीक अता फरमाए। ബഹുമാനികളെ, നാം ഇന്ന് നിസ്കരിക്കുന്നവരായി മാറുന്നു, നോമ്പനുഷ്ഠിക്കുന്നവരായി മാറുന്നു, സകാത്ത് കൊടുക്കുന്നവരായി മാറുന്നു, ഹജ്ജ് ചെയ്യുന്നവരാകുന്നു. ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ദീനിനെ പരിപൂർണമായും പൂർത്തീകരിച്ചവരാണെന്ന് നാം നമ്മെ കുറിച്ച് മനസ്സിലാക്കുന്നു. ഇവിടെ നാം മനസ്സിലാക്കണം, ദീനി എന്നത് മനുഷ്യന്റെ മേലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ബന്ധിപ്പിച്ചിട്ടുള്ളത്. മനുഷ്യനോടാണ്, ഇൻസാൻ എന്ന് പറയുന്ന മനുഷ്യനോടാണ് അല്ലാഹു ബന്ധിപ്പിച്ചിട്ടുള്ളത്. ഈ നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും അത് നമ്മുടെ ശരീരത്തിനോട് മാത്രം ബന്ധപ്പെട്ടതാണ്. നാം ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണ്. മനുഷ്യൻ എന്ന് പറയുന്നത് വെറും ശരീരത്തിന്റെ പേരല്ല. മനുഷ്യൻ എന്ന് പറയുന്നത് വെറും ശരീരത്തിന്റെ പേരല്ല. എന്നാൽ നിസ്കാരവും മറ്റുള്ള അമലുകളും കർമ്മങ്ങളൊക്കെ അത് ബന്ധപ്പെട്ടത് വെറും ശരീരത്തിനോട് മാത്രമാണ്. മറിച്ച് മനുഷ്യനോട് ഈ ദീനിന്റെ എല്ലാ കാര്യങ്ങളും ബന്ധപ്പെടുന്നുണ്ടെങ്കിൽ മനുഷ്യൻ വെറും ശരീരത്തിന്റെ പേരല്ല, മറിച്ച് ഇതിനപ്പുറം ഖൽബുണ്ട്, അതിനപ്പുറം ആത്മാവുണ്ട്, അതിനപ്പുറം ഒരു സിറുണ്ട്, ഒരു പരമസത്തയുണ്ട്. ഈ ജിസ്മും ഖൽബും റൂഹും സിറും ഇത് നാലും വെക്കുന്നവനാണ് മനുഷ്യനെങ്കിൽ ഇത് നാലിനോടും ഈ
ഈ ദീൻ ബന്ധപ്പെടുന്നുണ്ട്, അവന്റെ താല്പര്യങ്ങൾ ബന്ധപ്പെടുന്നുണ്ട്. അഥവാ ജിസ്മിനോടുള്ള അവന്റെ മനുഷ്യ അവന്റെ താല്പര്യം ബന്ധപ്പെടുന്നുണ്ട്, അഥവാ കൽബിനോടുള്ള അവന്റെ താല്പര്യം ബന്ധപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ റൂഹിനോട്, ആത്മാവിനോട് അവന്റെ താല്പര്യം എങ്ങനെയാണ്, എന്താണെന്ന് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ സിറിനോട്, നമ്മുടെ ആത്മാവിൽ അപ്പുറമുള്ള ഒരു പരമസത്ത എന്ന് പറയപ്പെടുന്ന ആ സിറിനോട് അള്ളാഹുവിന്റെ താല്പര്യം എങ്ങനെയാണ് ബന്ധപ്പെടുന്നത്? ഇതിനോടൊക്കെ അള്ളാഹുവിന്റെ താല്പര്യങ്ങൾ ബന്ധപ്പെടുന്നു, അള്ളാഹിന്റെ മനുഷ്യ ബന്ധപ്പെടുന്നു. ഇങ്ങനെയുള്ള ഒരു മനുഷ്യയുള്ള ഒരു ദീനിന്റെ അവകാശികളായിക്കൊണ്ട് നാം മാറേണ്ടതുണ്ട്. बुजुर्गों, कामिल दीनदार तो दूर की बात, मेरे शेख, मेरे वालिद इरशाद फरमाते थे, मियाँ आज दौर हाजिर के मुसलमान कामिल मुसलमान भी नहीं है, कामिल मुसलमान भी नहीं है। अगर कामिल मुसलमान तो भी अगर हम बन जाते, अल्लाह की मदद हमारी जिंदगियों में आती, अल्लाह हमारी जिंदगियों से राजी हो जाता। ബഹുമാനികളെ, ഈ കാലഘട്ടത്തിന്റെ അവസ്ഥ എന്താണ്? ഇന്ന് ദീന് പരിപൂർണമാക്കുക എന്നുള്ളത് അത് വളരെ വിദൂരമായതാണ്. ബഹുമാനപ്പെട്ട ശൈഖുനാ തങ്ങൾ പറയാറുണ്ട്, അഥവാ ഇന്നത്തെ കാലത്ത് ദീന് പരിപൂർണമായി ഉൾക്കൊള്ളുക എന്നത് പോയിട്ട് ഒരു പരിപൂർണമായ കാമിലായ ഒരു മുസൽമാനാവുകയാണെങ്കിൽ തന്നെ അവൻ ഉന്നതമായിരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തും. കാരണം ദീനിനെ തൊട്ട് അത്രയും വിദൂരമായൊരു കാലഘട്ടത്തിലാണ് നാം ഒക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. कामिल मुसलमान कब बनता है? सिर्फ नमाज, सिर्फ रोजा, सिर्फ ज़कात और हज को कायम करने से नहीं, बल्कि कामिल मुसलमान उस वक्त बनता है जब कलमे तौहीद को समझता है, कलमे तौहीद को समझता है। आज हमारा क्या मामला है? दीन के उसूल को हम बदल दिए हैं, दीन के तालीमात को हम बदल दिए हैं। सिर्फ नमाज पर, रोजे पर, ज़कात पर, हज पर, अमल पर हमारी मेहनत चल रही है, अकीदे पर हमारी मेहनत नहीं। बुजुर्गों, जो दीन का उसूल है उस उसूल के हिसाब से हम दीन को समझने की कोशिश करें, दीन के जो तालीमात है उस हिसाब से दीन को समझने की कोशिश करें। हम अपने जहन से, अपने वहम और गुमान से दीन को समझने की कोशिश न करें। अगर हम अपने वहम और गुमान से, अकल से दीन को समझने की कोशिश करेंगे, याद रखना हम कभी दीनदार नहीं हो सकते, अल्लाह हमसे नाराज हो जाएगा। अल्लाह हमारी हिफाजत फरमाए। ബഹുമാനികളെ, കാമിലായ മുസൽമാൻ എപ്പോഴാണ് മാറുക? കാമിലായ മുസൽമാൻ വെറും നിസ്കാരം കൊണ്ട്, നോമ്പ് കൊണ്ട്, സകാത്ത് കൊണ്ട്, ഹജ്ജ് കൊണ്ട്, ആ പ്രവർത്തനങ്ങളെ കൊണ്ട് മാത്രം ഒരിക്കലും കാമിലായ മുസൽമാനാവുകയില്ല. മറിച്ച് പരിശുദ്ധമായിരിക്കുന്ന കലിമത്ത് തൗഹീദിനെ മനസ്സിലാക്കലിലൂടെയാണ്, അതിനെക്കുറിച്ച് പഠിക്കലിലൂടെയാണ് ഒരാൾ യഥാർത്ഥ കാമിലായ മുസൽമാനാവുകയുള്ളൂ. ബഹുമാനികളെ, നമ്മുടെ ഇന്നത്തെ അവസ്ഥ എന്താണ്? അള്ളാഹു ഏതൊരു ഉസൂല്, ഏതൊരു തർത്തീബ്, ഏതൊരു അടിസ്ഥാനപരമായ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ടോ, അവൻ മനസ്സിലാക്കി തന്നതായ ആ റൂട്ടിൽ നിന്ന് മാറിക്കൊണ്ട് നാം ഇന്ന് ദീനിനെ ഉൾക്കൊള്ളാനും ദീനെ മനസ്സിലാക്കാനും തയ്യാറാവുകയാണ്. അള്ളാഹു നമുക്ക് മനസ്സിലാക്കി തന്നതായ ഒരു രീതിയുണ്ട്, അള്ളാഹു ദീനെ കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തന്നതായ ഒരു രീതിയുണ്ട്. ആ രീതിയെ മറികടന്നുകൊണ്ട് നാം നമ്മുടെ ഫിക്ർ അനുസരിച്ചുകൊണ്ട്, നമ്മുടെ ചിന്താഗതിക്കനുസരിച്ചുകൊണ്ട്, നാം പഠിച്ചു വെച്ച ഇൽമനുസരിച്ചുകൊണ്ട് നാം ദീനിനെ വേറെ ഏതൊക്കെയോ രൂപങ്ങളിലായി മനസ്സിലാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവൻ ഉദ്ദേശിച്ചതായ രീതിയിൽ നമുക്ക് കാമിലായ മുസൽമാനാകാനോ ഒരു പരിപൂർണമായ രീതിയിൽ ദീനിനെ ഉൾക്കൊള്ളാനോ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ബഹുമാനികളെ, നാം നമ്മുടെ ദഹനിൽ, നമ്മുടെ ബുദ്ധിയിൽ വരുന്ന, നമ്മുടെ ഇൽമനുസരിച്ച് വരുന്ന ആ രൂപകോലങ്ങളെ ദീനിൽ നിന്ന് മാറ്റി മറിച്ചുകൊണ്ട് അള്ളാഹു ഏതൊരു രൂപമാണോ നമുക്ക് ഈ ദീന് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് എങ്കിൽ ആ രീതിയിലായിക്കൊണ്ട് ദീനിനെ പഠിക്കാനും മനസ്സിലാക്കാനും നാം തയ്യാറാവേണ്ടതുണ്ട്. बुजुर्गों, अब हमारी ये कैफियत होती है, अल्हम्दुलिल्लाह मैं कलिमा पढ़ रहा हूँ ना, कलिमा पढ़ रहा हूँ। जिंदगी में कलिमा एक मर्तबा या जबान से पढ़ना फर्ज है, जिंदगी भर मौत तक कलिमे को जानते रहना हम पर फर्ज है। बुजुर्गों, सिर्फ शरीयत का मसला मालूम है, अल्लाह का कलाम क्या कह रहा है, अल्लाह क्या कह रहा है, उससे हमारा कोई लेना देना नहीं। शरीयत उलमा हमको बतला दिए, सिर्फ जबान से बोल दो कलिमा ला इलाहा इल्लल्लाह मुहम्मदुर रसूलुल्लाह। अल्लाह क्या कह रहा है, अल्लाह क्या कह रहा है, फ़अलम अन्नहु ला इलाहा इल्लल्लाह। ये बयान नहीं कर रहा है तुम कलिमा पढ़ो, बल्कि अल्लाह ये इरशाद फरमाया तुम जानो कलिमे को। मुफस्सिरीन हमको बयान फरमाते हैं, उलमा रब्बानीन हमको बयान फरमाते हैं, जब कोई चीज अल्लाह ताकीद से बयान करता है तो फर्ज के बराबर हो जाती है। हुक्म दे रहा है अल्लाह, फ़अलम
अल्लाह इस तरह बयान नहीं कर रहा है पढ़े तो बहुत अच्छा है, जाने तो बहुत अच्छा है, मौका मिले तो जान लो वरना इसको खाली पढ़ के गुजर जाओ, ऐसा नहीं। बल्कि अल्लाह क्या इरशाद कर रहा है, फालम जानो तुम ला इलाहा इल्लल्लाह। आज नहीं जानने की वजह से देखो हमारा हाल क्या है ना, हम नमाज पढ़ रहे हैं, नमाज में ना खुशू है ना खुजू है। हम कलीमे को न जानने की वजह से हम नमाज पढ़ रहे हैं, हम अपने परवरदिगार के सामने हाजिर हो रहे हैं, हुजूर क़ल्ब नहीं है। बुजुर्गों, नफ्स और शैतान के वसाविसात ऐसा हमारी नमाजों में है। क्यों है? कलीमे को न जानने की वजह से। अल्लाह ताला हम सबों को सही कलीमे को जानने वाले लोगों की फहरिस्त में शामिल फरमाए। ബഹുമാനികളെ, നമ്മുടെ ഇന്നത്തെ അവസ്ഥ കലിമത്തു തൗഹീദിനെ പറയുക എന്നുള്ള ആ ലോകത്ത് മാത്രമാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കലിമത്തു തയ്യിബ പറയാനല്ല നമ്മോട് കൽപ്പിക്കുന്നത്, മറിച്ച് കലിമയെ നിങ്ങൾ അറിയുക എന്നാണ്. ഫാലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹയെ നിങ്ങൾ അറിയുക. എന്നാൽ പൊതുവെ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്, നമ്മെ പഠിപ്പിക്കുന്ന പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ കലിമ പറയുക, കലിമ ചൊല്ലിക്കൊണ്ടേയിരിക്കുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് അങ്ങനെ പറഞ്ഞോളിയും ചൊല്ലിക്കോളിയും ഒരുപാട് ചൊല്ലിക്കോളി എന്നുള്ള ഈ ഹുക്കുമാണ്, ഈ കൽപ്പനയാണ് അവർ നമുക്ക് പഠിപ്പിച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അള്ളാഹു പറയുന്നത് ഏത് രൂപത്തിലാണ്? അള്ളാഹു പറയുന്നത് ഒരിക്കലും നിങ്ങൾ കലിമ ചൊല്ലിക്കൊണ്ടേയിരുന്നോളി എന്നല്ല. അതുകൊണ്ട് തന്നെ ശൈഖന്മാർ നമുക്ക് പഠിപ്പിച്ചു തരാറുണ്ട്, നിങ്ങൾ ജീവിതത്തിൽ ഒരു വട്ടം കലിമ പറഞ്ഞാൽ മതി, പറയുക എന്ന പരിപാടി ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതി. ബാക്കിയുള്ള സമയം മുഴുവനും ആ കലിമയെ അറിയുക എന്ന ലോകത്തിലൂടെ ആയിരിക്കണം നിങ്ങൾ മുന്നേറേണ്ടത് എന്ന് മഹാന്മാരായ മശായിഖന്മാർ നമുക്ക് ഓരോ സമയങ്ങളിലും പഠിപ്പിച്ചു തരാറുണ്ട്. എന്നാൽ ലാഹിറിന്റെ പണ്ഡിതന്മാർ ശരീഅത്തിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് കലിമ പറയേണ്ടത്, ആ കലിമ പറയേണ്ടതിന്റെ രൂപങ്ങളും കോലങ്ങളും നമുക്ക് മനസ്സിലാക്കി തരികയും അങ്ങനെ ആ കലിമ ചൊല്ലിക്കോളിയും പറഞ്ഞോളി എന്ന് പറഞ്ഞുകൊണ്ട് നാം ഒരു പഠിപ്പിക്കുകയും നാം അതിലൂടെ അങ്ങനെ പറഞ്ഞു മുന്നേറുകയും ചെയ്യുകയാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താണ്? നിങ്ങൾ കലിമയെ അറിയുക, ഫഅലം എന്നാണ് പറയുക. മഹാന്മാരായ മുഫസ്സിരീങ്ങളൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരാറുണ്ട്. അഥവാ ഒരു അമ്ർ വന്നു കഴിഞ്ഞാൽ, അള്ളാഹുവിന്റെ ഭാഗത്തുനിന്നുള്ള അമ്ർ വന്നു കഴിഞ്ഞാൽ ആ അമ്ർ നിർബന്ധത്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന്. അപ്പോൾ ഇവിടെ അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുന്ന ഒരവസ്ഥയിലാണ് അല്ലാഹു തആല പറയുന്നത്, നിങ്ങൾ അറിയുക തന്നെ വേണം. നിങ്ങൾക്ക് വേണമെങ്കിൽ കലിമ അറിഞ്ഞോളി, അതിന് നിങ്ങൾ സാധിക്കുന്നില്ലെങ്കിൽ കലിമ അങ്ങനെ പറഞ്ഞു നടന്നോളി. ഇത് പറയുകയും അതിനുള്ള സന്ദർഭങ്ങളൊക്കെ ഒത്തുവരികയാണെങ്കിൽ ആ സമയത്ത് പോയി നിങ്ങൾ കലിമ അറിഞ്ഞോളി. ഈ രൂപത്തിലല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, മറിച്ച് നമ്മോട് കൽപ്പിക്കുകയാണ്, ആജ്ഞാപിക്കുകയാണ്, നിങ്ങൾ കലിമയെ അറിയുക, കലിമയെ അറിയുക തന്നെ വേണമെന്ന്. ബഹുമാനികളെ, ഈ ഒരു അറിവിന്റെ ലോകത്തേക്ക് നാം പോകാത്തത് കാരണം, കലിമയെ അറിയുക എന്നുള്ള ലോകത്തേക്ക് നാം പോകാത്തത് കാരണം നമ്മുടെ ഇന്നത്തെ നിസ്കാരത്തിന്റെ അവസ്ഥ എന്താണ്? നാം കലിമ പറയുന്നവരാവുന്നു, പക്ഷെ കലിമ അറിയുന്നില്ല. നാം ഒരു ഭാഗത്ത് നിസ്കരിക്കുന്നു, ആ നിസ്കാരത്തിൽ ഖുശൂ ഇല്ലാതെയായി പോയി, ഖുദൂ ഇല്ലാതെയായി പോയി, ഭയഭക്തി ഇല്ലാതെയായി പോയി. മാത്രമല്ല, എത്രത്തോളം നാം അധപ്പതിച്ചു എന്ന് പറഞ്ഞാൽ ആ കലിമ അറിയാത്തതിന്റെ പേരിൽ നാം നിസ്കരിക്കുമ്പോൾ ആ നിസ്കാരത്തിൽ ലഈനായ ശൈത്താന്റെ ഇബ്ലീസിന്റെ ഭാഗത്തുനിന്നുള്ള വസ്വാസുകൾ തുരുതുരാ നമ്മുടെ ഉള്ളിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ദുരവസ്ഥയാണ് ഈ കലിമയെ അറിയാത്തതിന്റെ പേരിൽ നമ്മുടെ ഉള്ളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. कलिमा ईमान के दो शर्त, इक़रार बिल लिसान, तस्दीक बिल क़ल्ब। कलिमा जबान से इक़रार भी करना है, दिल से तस्दीक भी करना है। इक़रार एक मर्तबा करे काफी है, तस्दीक जिंदगी भर करते रहना हम पर फर्ज है, तस्दीक जिंदगी भर करते रहना हम पर जरूरी है। इक़रार कैसे कर रहे हैं हम? मोहम्मदुर रसूलुल्लाह की तरह, जैसे सरकार ने इक़रार किया, जैसे सहाबा ने इक़रार किया, मिन ऐन उसी मुताबिक हम इक़रार कर रहे हैं, ला इलाहा इल्लल्लाह मुहम्मदुर रसूलुल्लाह। तस्दीक किसकी तरह हम कर रहे हैं? अबू जहल की तरह? किसकी तरह हम कर रहे हैं? आम लोगों की तरह या मोहम्मदुर रसूलुल्लाह की तरह? बुजुर्गों, इक़रार जैसे मोहम्मदुर रसूलुल्लाह की तरह किए हैं, तस्दीक भी मोहम्मद रसूलुल्लाह की तरह करना। अगर हम तस्दीक भी मोहम्मद रसूलुल्लाह की तरह करेंगे, याद रखना, खुदा की कसम, हमारी नमाज तो नमाज, हमारे एक एक अमल को मोहम्मद रसूलुल्लाह के सदक़े में अल्लाह कबूल फरमाएगा। ബഹുമാനികളെ, കലിമയെ കുറിച്ച് പറയുന്ന രംഗത്ത് നമുക്ക് രണ്ട് കാര്യങ്ങൾ മഹാന്മാർ പഠിപ്പിച്ചു തരുന്നു.
ഒന്ന് കലിമയെ ഇഖ്റാർ ചെയ്യുക, മറ്റൊന്ന് കലിമയെ തസ്ദീഖ് ചെയ്യുക. ഇഖ്റാറും ബിൽ ലിസാനി തസ്ദീഖും ബിൽ ഖൽബ്. ഇഖ്റാറും ബിൽ ലിസാൻ എന്ന് പറഞ്ഞാൽ നാവ് കൊണ്ട് നാം ആ കലിമയെ ഉച്ചരിക്കുന്നവരായി മാറുക. തസ്ദീഖും ബിൽ ഖൽബ് എന്ന് പറഞ്ഞാൽ ആ കലിമയെ ഉച്ചരിക്കുന്നതോടുകൂടെ ആ പറയുന്നതിന്, ആ കലിമയെ നാം പറയുന്നുണ്ടെങ്കിൽ അതിന് അതേപടി നമ്മുടെ ഹൃദയം വാസ്തവമാക്കിക്കൊണ്ടിരിക്കുക. ഇന്ന് ഇഖ്റാറും ബിൽ ലിസാൻ അതുപോലെ തന്നെ തസ്ദീഖും ബിൽ ഖൽബ്, ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ മേൽ നിർബന്ധമായതാണ്. എന്നാൽ നാം മനസ്സിലാക്കണം, നാം കലിമ ഉച്ചരിക്കുന്ന രംഗത്ത്, കലിമ ഉപയോഗിക്കുന്ന രംഗത്ത് ഇഖ്റാറും ബിൽ ലിസാൻ അത് പരിപൂർണമായും മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏത് പ്രകാരം ഏതൊരു രൂപത്തിലാണോ ആ കലിമയെ അവർ ഉച്ചരിച്ചത് എങ്കിൽ, അതുപോലെ തന്നെ മഹാന്മാരായ സഹാബാക്കൾ ഏതൊരു രൂപത്തിലാണ് ആ കലിമയെ അവരുടെ നാവ് കൊണ്ട് ഉച്ചരിച്ചതെങ്കിൽ അതിൽ യാതൊരു ഏറ്റക്കുറച്ചിലുമില്ലാതെ, അതിൽ യാതൊരു തടസ്സങ്ങളും പ്രയാസങ്ങളും ഇല്ലാതെ അവരുച്ചരിച്ചതുപോലെ, അവർ ഇഖ്റാർ ചെയ്തതുപോലെ നാം ആ കലിമയെ ഇഖ്റാർ ചെയ്യാൻ, ഉച്ചരിക്കാൻ നമുക്ക് സാധ്യമാവുന്നു. നാം അതുപോലെ തന്നെ ചെയ്യുന്നു. പക്ഷേ ഇതിന്റെ രണ്ടാമത്തെ ഭാഗമായ തസ്ദീഖും ബിൽ ഖൽബിന്റെ അവസ്ഥ എന്താണ്? നാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏത് പ്രകാരം ഈ കലിമയെ തസ്ദീഖ് ചെയ്തിട്ടുണ്ടോ, ഏത് പ്രകാരം അവിടുന്ന് ഈ കലിമയെ വാസ്തവമാക്കിയിട്ടുണ്ടോ, മഹാന്മാരായ സഹാബാക്കൾ ഏത് പ്രകാരമാണ് കലിമയെ അവരുടെ ഹൃദയങ്ങൾ അവർ ചൊല്ലുന്ന സമയത്ത് ആ കലിമയെ വാസ്തവമാക്കിയിട്ടുണ്ടെങ്കിൽ അതേപോലെയുള്ള ഒരു വാസ്തവമാക്കൽ നമ്മുടെ ഹൃദയങ്ങൾ നാം കലിമ ചൊല്ലുമ്പോൾ ആ കലിമയെ വാസ്തവമാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന വിഷയത്തിൽ നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. ബഹുമാനികളെ, ഒരു ഭാഗത്ത് ഇഖ്റാർ നാം ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബാക്കളും ചെയ്യുന്നത് പോലെ ചെയ്യുന്നുണ്ടെങ്കിൽ, മറുഭാഗത്ത് തസ്ദീഖിന്റെ അവസ്ഥ നാം ചെയ്യുന്നത് ഏതുപോലെയാണ്? ഈ സഹാബാക്കളെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അവസ്ഥ മാറിക്കൊണ്ട് നാം ചെയ്യുന്നത് അബൂജഹലിന്റെ അവസ്ഥയിലാണോ എന്ന് നാം ചിന്തിക്കേണ്ടത്. മറ്റ് സാധാരണക്കായ മറ്റുള്ളതായിരിക്കുന്ന ആളുകൾ അവർ ഏത് പ്രകാരമാണോ തസ്ദീഖ് ചെയ്യുന്നത് അതുപോലെയാണോ നമ്മുടെ തസ്ദീഖ് എന്ന വിഷയത്തിൽ നാം ഒരു ചിന്ത, ഒരു വിചിന്തനം നാം നടത്തേണ്ടതുണ്ട്. ബഹുമാനികളെ, അഥവാ നാം ഏത് പ്രകാരം റസൂലുള്ളാഹിയിൽ നിന്നും സഹാബാക്കളിൽ നിന്നും ഇഖ്റാർ അതുപോലെ നാം ചെയ്യുന്നുണ്ടോ അതേ പ്രകാരം തന്നെ അവിടുത്തെ ആ റസൂലുള്ളാഹിയുടെയും സഹാബാക്കളും തസ്ദീഖും അതുപോലെ നാം കൊണ്ടുവരികയാണെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? ബഹുമാനികളെ, നിസ്കാരം എന്നുള്ളത് ഒരു ഭാഗത്ത്, ആ നിസ്കാരത്തിൽ കിട്ടേണ്ട അനുഭൂതികളൊക്കെ ഒരു ഭാഗത്ത്, മറിച്ച് നമ്മൾ ഓരോ പ്രവർത്തനങ്ങളിലും ആ അള്ളാഹുവിന്റെ പ്രത്യേക സഹായം, അവന്റെ ഭാഗത്തുള്ള സഹായം നമ്മോട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. दोस्तों, जब तक हम कलीमे को नहीं जानेंगे, सूरत नमाज तो हमारी होगी, सूरत तो होगी नमाज की, हकीकत नमाज तक हम नहीं पहुंच सकेंगे। हकीकत नमाज हमको मिल ही नहीं सकती जब तक के कलीमे को न जाने। कलीमे को जब बंदा जान लेता है, सूरत के साथ साथ अल्लाह हकीकत नमाज तक उस बंदे को फाइज फरमाता है। ബഹുമാനികളെ, നാം ഏതുവരെ ഈ കലിമയെ അറിയാൻ ശ്രമിക്കുന്നില്ലയോ, അതിനെ അറിയുന്നില്ലയോ, എന്നാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? നമ്മുടെ ആ നിസ്കാരത്തിന്റെ സൂറത്ത്, അതിന്റെ കോലം നമുക്ക് ലഭ്യമായേക്കും. പക്ഷേ ആ നിസ്കാരത്തിന്റെ ഹക്കീക്കത്ത്, യാഥാർത്ഥ്യം എന്താണെന്ന് ഉൾക്കൊള്ളാനോ അതിലൂടെ മുന്നേറാനോ നമുക്ക് സാധ്യമാവുകയില്ല. കാരണം ആ തസ്ദീഖ് അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹയെ അറിയുക എന്ന ലോകത്തിൽ നിന്ന് നാം മാറിയിട്ടുണ്ട്. നേരെ മറിച്ച് നാം ആ കലിമയെ അറിയുകയാണെങ്കിൽ, കലിമയെ അറിഞ്ഞുകൊണ്ട് മുന്നേറുകയാണെങ്കിൽ ഈ സൂറത്തെ നിസ്കാരം അഥവാ നിസ്കാരത്തിന്റെ ഈ രൂപകോലത്തെ മറികടന്നുകൊണ്ട് അതുള്ളതോടുകൂടെ തന്നെ ആ നിസ്കാരത്തിന്റെ യാഥാർത്ഥ്യങ്ങളുടെ ലോകങ്ങളിലൂടെ വളരെ ആനന്ദവും അനുഭൂതിയിലുമായിക്കൊണ്ട് മുന്നേറുന്ന ഒരു അവസ്ഥ നമ്മുടെ ഉള്ളിൽ സംജാതമാവുന്നതാണ്. बुजुर्गों, सबसे पहले तो हमको ये कलीमे का मकाम, मर्तबा हमको नहीं मालूम, एहसास हमको नहीं है। जिस बंदे को कलीमे का मकाम मर्तबे का एहसास होता है, वो बंदा कलीमा जाने बगैर जिंदगी गुजर बसर कर ही नहीं सकता। क्यों? कलीमा का वो मकाम मर्तबा है जिसको उलमा रब्बानीयीन जानते हैं, जिसको मोहम्मदुर रसूलुल्लाह ने बयान किया है। बुजुर्गों, यही एक कलीमा है जिसकी वजह से बंदा गुनहगार होकर भी जब ये बंदा कलीमे को जान लेता है, वो बंदा अल्लाह के खुर्ब तक पहुंच सकता है, अल्लाह का महबूब बंदा बन सकता है, अल्लाह का वस्ल को पा सकता है, अल्लाह के करीब हो सकता है। देखो, हजरत मूसा अलैहिस्सलाम को अल्लाह से अर्ज कर रहे हैं, बारी ताला मुझको तेरे करीब होने का कुछ ऐसा वजीफा बता, वो वजीफा पढ़ने के बाद, वो वजीफा विर्द करने के बाद तेरे में और करीब हो सकूं, तेरा कुर्ब हासिल कर सकूं।
अल्लाह क्या इरशाद फरमा रहा है, ला इलाहा इल्लल्लाह। हज़रत मूसा अलैहिस्सलाम ये पढ़ के कहते हैं, बारी ताला ये तू तो हर नबी को अता किया है, हर रसूल को अता किया है, इसमें क्या फर्क है? जो मुझको पहले तू अता किया है फिर यही अता कर रहा है, मुझको कुछ खास कलिमा अता कर जिसकी बिना पर मैं तेरे और करीब हो सकूं। अल्लाह क्या इरशाद फरमा रहा है, मूसा तुम ये कलिमे की कदर नहीं जानते, मकाम नहीं जानते। ये कलिमे को एक पल्ले में तराजू में रख दो और सारी दुनिया को एक तराजू में रख दो तो यही कलिमे का वजन भारी पड़ेगा। यही एक कलिमा है जिसकी वजह से बंदा मेरा खुर्ब हासिल कर सकता है। अल्लाह ताला हम सबों को वो कलिमा जानने के में तौफीक अता फरमाए। ബഹുമാനികളെ, ആദ്യമായിട്ട് നമുക്ക് പറയാനുള്ളത്, നാം ഈ കലിമയുടെ ശ്രേഷ്ഠത എന്താണ്, ഈ കലിമയുടെ മഹത്വം എന്താണ്, ഇതിന്റെ ബഹുമതി എന്താണ് എന്ന് തന്നെ നാം മനസ്സിലാക്കാതെ പോയിരിക്കുകയാണ്. ഏതെങ്കിലും ഒരടിമ ഈ കലിമയുടെ ശ്രേഷ്ഠത എന്താണെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ, അതിന്റെ മഹത്വം എന്താണെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ, അവന്റെ ജീവിതം മുഴുവനും ആ കലിമയെ അറിയാനും മനസ്സിലാക്കാനുമായി അവൻ ഒഴിഞ്ഞു വെക്കുമായിരുന്നു. അത്രയും ശ്രേഷ്ഠതയും മഹത്വമുള്ള ഒരു കലിമയാണ് ബഹുമാനികളെ ഈ പരിശുദ്ധമായ കലിമത്തു തൗഹീദ്. ആ കലിമത്തു തൗഹീദിനെ ഏതൊരുത്തൻ ഉച്ചരിച്ചോ ആ ഉച്ചരിക്കുന്നതിലൂടെയാണ് അവൻ മുസ്ലിം ആവുന്നത് എങ്കിൽ, ഏതൊരു കലിമയിലൂടെ അള്ളാഹുവിന്റെ കുർബിവിന് ലഭ്യമാവുന്നോ, അള്ളാഹുവിന്റെ സാമീപ്യം ലഭ്യമാവുന്നോ, ഏതൊരു കലിമയിലൂടെ അള്ളാഹുവിന്റെ വസ്ലി ഇതുപോലെ തന്നെ ഉന്നതമായിരിക്കുന്ന പദവികളൊക്കെ ഇവന് ലഭ്യമാവുന്നുവെങ്കിൽ ആ കലിമയാണ് ഈ പരിശുദ്ധമായ കലിമത്തു തൗഹീദ്. ബഹുമാനികളെ, ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു പ്രാവശ്യം അള്ളാഹുവിനോട് പറയുകയുണ്ടായി, റബ്ബേ എനിക്ക് നിന്നോട് അടുക്കണം, ഒന്നുകൂടെ അടുക്കണം. ഇപ്പോൾ ഞാൻ എത്രത്തോളം അടുത്തിട്ടുണ്ടോ അതിനേക്കാൾ കൂടുതൽ നിന്നിലേക്ക് എനിക്ക് അടുക്കണം. അതിന് പറ്റിയതായിട്ട് എന്തെങ്കിലും ഒരു ദിക്ർ ഔറാദ് എനിക്ക് പറഞ്ഞു തരണമെന്ന് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് പറയുകയുണ്ടായി. ഉടനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയ വദീഫ എന്താണ്, അവർക്ക് കൊടുത്ത ദിക്ർ എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതാണ്. മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, റബ്ബേ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇത് എല്ലാ അമ്പിയാക്കൾക്കും മറ്റുള്ള സർവ്വജനങ്ങൾക്കും കൊടുത്ത ഒരു ദിക്റാണല്ലോ, ഇതിലൂടെ എന്താണ് ഒരു പ്രത്യേകം? ഞാൻ നിന്നോട് ചോദിച്ചു നിന്നിലേക്ക് അടുക്കാൻ ഏറ്റവും പ്രത്യേകമായ വേറെ വല്ലതുമാണെന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയുണ്ടായി, മൂസ നിനക്ക് ഈ കലിമയെ കുറിച്ച് മനസ്സിലായിട്ടില്ല. ഈ കലിമയുടെ ഖദർ, അതിന്റെ മഹത്വം, അതിന്റെ ശ്രേഷ്ഠത എന്താണെന്ന് നീ തിരിച്ചറിഞ്ഞിട്ടില്ല മൂസ. അഥവാ ഈ കലിമയെ ത്രാസിന്റെ രണ്ട് തട്ടുകളിൽ നിന്ന് ഒരു തട്ടിൽ കലിമയെയും മറുതട്ടിൽ ലോകം മുഴുവനും വെച്ചാൽ പോലും ഈ ഏതൊരു ത്രാസിലാണോ കലിമയെ വെച്ചിട്ടുള്ളത് ആ ത്രാസിന്റെ തട്ടമായിരിക്കും അത് തൂങ്ങുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാമിനോട് മനസ്സിലാക്കി കൊടുക്കുകയുണ്ടായി, പറഞ്ഞു കൊടുക്കുകയുണ്ടായി. ബഹുമാനികളെ, അത്രയും ശ്രേഷ്ഠതയുള്ള ഒരു കലിമയാണ്. ഈ കലിമയിലൂടെയാണ് മൂസ നിനക്ക് എന്നിലേക്ക് അടുക്കാൻ, നിനക്ക് എന്റെ വസ്ൽ കരസ്ഥമാക്കാൻ, എന്റെ സാമീപ്യം കരസ്ഥമാക്കാൻ ഈ കലിമയിലൂടെ മാത്രമേ സാധ്യമാവൂ എന്ന് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. बुजुर्गों, कैसा कलीमा अल्लाह ताला हमको अता किया है, कैसा कलीमा अल्लाह हमको अता किया है। उलूहियत का कलीमा कभी नहीं बदला, रिसालत का कलीमा बदलता गया। आदम अलैहिस्सलाम आए तो ला इलाहा इल्लल्लाह, आदम सफीहुल्लाह। ऐसा ही इब्राहिम अलैहिस्सलाम आए तो अल्लाह ताला ला इलाहा इल्लल्लाह, इब्राहिम खलीलुल्लाह। मूसा अलैहिस्सलाम आए, ला इलाहा इल्लल्लाह, मूसा कलीमुल्लाह। मुहम्मदुर रसूलुल्लाह, ला इलाहा इल्लल्लाह, मुहम्मदुर रसूलुल्लाह। कलिमा एक ही उलूहियत का, क्या कमाल है इस कलिमे का। 100 साल का काफिर अगर एक मर्तबा कलिमा पढ़ ले तो दूसरे लम्हे में अगर वो मर जाए तो सीधा जन्नत। बुजुर्गों, ऐसा कलिमा जब अल्लाह हम गुनहगारों को दिया है मुहम्मदुर रसूलुल्लाह के सदके में, ये कलिमे को जानो, जानेंगे इंशाअल्लाह। देखो फिर हमारी जिंदगी में अल्लाह कैसे हमको मजा अता करेगा, कैसा अल्लाह हमारी मदद फरमाएगा, हम खुद देख सकते हैं। ബഹുമാനികളെ, ഏതൊരു കലിമയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ളത്. ഒരു കാലത്തും ഒരു കാലഘട്ടത്തിലും മാറ്റങ്ങൾ വരാതെ നിലനിൽക്കുന്ന കലിമ. എന്നാൽ ഇതിന് ഉലൂഹിയത്തിന്റെ കലിമ എന്നാണ് പറയുക. ഈ ഉലൂഹിയത്തിന്റെ കലിമ ഒരു കാലത്തും മാറിയിട്ടില്ല. അതിനോടുകൂടെ റിസാലത്തിന്റെ കലിമ പലതും മാറിക്കൊണ്ടേയിരിക്കുന്നു. ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാമിനെ കുറിച്ച് പറയാറ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആദം സഫിയുല്ലാഹ് എന്നാണെങ്കിൽ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇബ്രാഹിം ഖലീലുല്ലാഹ് എന്നാണെങ്കിൽ
ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മൂസ കലീമുല്ലാഹ് എന്നുള്ള കലിമയാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് എങ്കിൽ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ഇങ്ങനെ അമ്പിയാക്കളോട് ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ റിസാലത്തിനോട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കലിമകൾ മാറിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഉലൂഹിയ്യത്തിന്റെ കലിമ അതൊരിക്കലും മാറിക്കൊണ്ടിരിക്കുന്നില്ല. മറിച്ച് അത് ഏതൊരു രൂപത്തിലാണോ അത് അതേ അവസ്ഥയിൽ തന്നെ ആ കാലം മുതൽ ഈ കാലം വരെയും അത് അതേപടി നിലനിന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ളൊരു കലിമയെയാണ് നിങ്ങൾ അറിയുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കലിമയുടെ ശ്രേഷ്ഠത, അതിന്റെ ബഹുമാനം എത്രയാണെന്നാണ് അവൻ നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ബഹുമാനികളെ, ജീവിതകാലം മുഴുവനും കുഫ്രിലും ശിർക്കിലുമായിക്കൊണ്ട് ജീവിതം തള്ളി നീക്കിയതായ അല്ലാഹുവിന്റെ ഒരു അടിമ, ഒരു കാഫിറായ അടിമ, അവനെങ്ങാനും അവന്റെ ജീവിതത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഒരു പ്രാവശ്യം പറയുകയാണെങ്കിൽ നമുക്കേവർക്കും അറിയാവുന്ന കാര്യമാണ്, അവൻ അതോടുകൂടെ അതുവരെയുള്ള അവന്റെ ഏതെല്ലാം കാര്യങ്ങളുണ്ടോ, എന്തെല്ലാം അള്ളാഹുവിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന കടമകളുണ്ടോ, അതെല്ലാം അള്ളാഹു പുറത്തു കൊടുക്കുകയാണ്. അവൻ പരിപൂർണമായും എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും മോചിതനായ വളരെ ശുദ്ധനായ ഒരാളായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ വാർത്തെടുക്കുകയാണ്. ഒരു വട്ടം കലിമ ചൊല്ലി എന്നതിന്റെ പേരിൽ ബഹുമാനിയുടെ ഇത്രയും ശ്രേഷ്ഠതയുള്ള കലിമയാണ്. അതുകൊണ്ട് തന്നെ ഈ കലിമയെ നാം അറിയാനും അതിനെ മനസ്സിലാക്കാനും നാം മുന്നോട്ട് വരികയും ആ കലിമയിലൂടെ നമ്മുടെ ജീവിതം നാം ആക്കി മാറ്റുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അള്ളാഹുവിന്റെ ഭാഗത്തുനിന്നുള്ള സഹായങ്ങൾ നമ്മുടെ മേൽ അവൻ വർഷിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. कुछ लोग ये कहते हैं हर वक्त, कई लोगों से मैं भी सुना, कई लोग ये कहते हैं यहाँ पर ये खानका में ये पीरों के पास खाली ला इलाहा इल्लल्लाह की तालीम है, दूसरा कुछ भी नहीं है। बुजुर्गों, ला इलाहा इल्लल्लाह ही की तालीम है, उसके सिवा कुछ तालीम है ही नहीं। हकीकत में अगर देखा गया बुजुर्गों, ला इलाहा इल्लल्लाह के सिवा कुछ है ही नहीं इस दुनिया में इल्म देने के लिए, क्योंकि दीन की इब्तिदा भी ला इलाहा इल्लल्लाह से है और दीन की इंतहा भी ला इलाहा इल्लल्लाह से है। इसके अलावा कुछ और दूसरा इल्म है ही नहीं जो दीन की इंतहा तक हमको पहुंचाए। अल्लाह ताला इसको समझने के में तौफीक अता फरमाए। ബഹുമാനികളെ, ചില ആളുകളൊക്കെ പറയാറുണ്ട്, ഞാനും കേട്ടിട്ടുണ്ട്, പലവരോടും പറയാറുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇവരുടെ ശൈഖന്മാരുടെ അടുക്കൽ ലാ ഇലാഹ ഇല്ലല്ലാഹേ ഉള്ളൂ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എപ്പോ നോക്കിയാലും ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇതിനെ കുറിച്ച് പറയാനേ ഉള്ളൂ, ഇവരുടെ അടുക്കൽ മറ്റുള്ള ഇൽമൊന്നുമില്ല. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയെ പഠിപ്പിച്ചു കൊടുക്കുക, ലാ ഇലാഹ ഇല്ലല്ലാഹയെ പഠിപ്പിച്ചു കൊടുക്കുക എന്ന അവസ്ഥ മാത്രമാണ് ഇവർക്കുള്ളത്. എന്നാൽ ആകെ പഠിക്കാനുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹേ ഉള്ളൂ, ആകെ മനസ്സിലാക്കാനുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹേ ഉള്ളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ച് തന്നെയാണ് ശൈഖന്മാർ ലാ ഇലാഹ ഇല്ലല്ലാഹയെ പഠിപ്പിക്കുകയുള്ളൂ. കാരണം ദീനിന്റെ തുടക്കം ലാ ഇലാഹ ഇല്ലല്ലാഹയാണെങ്കിൽ ദീനിന്റെ ഇന്തിഹാ, ദീനെ അവസാനിക്കുന്നതും ആ ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുകൊണ്ടല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലാക്കൽ കൊണ്ട്, അതിനെ അറിയൽ കൊണ്ടാണ് ദീനിന്റെ തുടക്കം നമുക്ക് കരസ്ഥമാവുക എങ്കിൽ ആ ലാ ഇലാഹ ഇല്ലല്ലാഹയിലൂടെ തന്നെയാണ് ദീനിന്റെ ഇന്തിഹാ, ദീനിന്റെ അവസാനം നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കുകയുള്ളൂ. देखिए, 100 साल का काफिर को अगर मुसलमान बनाना है तो यही कलिमा। बुजुर्गों, एक मुसलमान को अगर नजात पर फाइज करना है तो यही कलिमा ला इलाहा इल्लल्लाह। नजात से अगर किसी को दर्जे पर फाइज करना है तो भी यही कलिमा ला इलाहा इल्लल्लाह। दर्जे से अगर अल्लाह के खुर्ब को अगर पहुंचाना है बंदे को तो भी ला इलाहा इल्लल्लाह। खुर्ब से अगर बंदे को वस्ल के मुकाम पे पहुंचाना है भी तो ला इलाहा इल्लल्लाह, उसके सिवा कुछ है ही नहीं। बुजुर्गों, अल्लाह के नाफरमा बरदार अगर बंदा बनना है तो ला इलाहा इल्लल्लाह को मत जानो। अगर अल्लाह के फरमा बरदार बंदा बनना है, अल्लाह का महबूब बंदा अगर बनना है, यही कलिमा ला इलाहा इल्लल्लाह मुहम्मदुर रसूलुल्लाह। ബഹുമാനികളെ, നാം ഒന്ന് ശ്രദ്ധിക്കുക. 100 കൊല്ലം 100 വർഷം വെറും കുഫറിലായി ജീവിച്ച ഒരു കാഫിറിനെ ഇസ്ലാമിന്റെ ലോകത്തേക്ക് കടന്നു വരണമെങ്കിൽ അവിടെയുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. അതുപോലെ തന്നെ മുസ്ലിമായ ഒരാള്, ദോഷിയായ ഒരാൾക്ക് അയാൾക്ക് നജാത്ത്, നരകത്തിൽ നിന്നുള്ള മോചനം ലഭ്യമാവണമെങ്കിൽ അതും ലാ ഇലാഹ ഇല്ലല്ലാഹയിലൂടെയാണ്. നജാത്ത് ലഭ്യമായ ഒരാൾക്ക് അള്ളാഹുവിന്റെ പദവികൾ ലഭ്യമാവണമെങ്കിൽ, അള്ളാഹുവിന്റെ അടുത്ത സ്ഥാനമാനങ്ങൾ കിട്ടണമെങ്കിൽ അതും ലാ ഇലാഹ ഇല്ലല്ലാഹയിലൂടെയാണ്. ആ ദറജാത്തുകൾ കരസ്ഥമാക്കിയ ഒരാൾക്ക് അതിലും അപ്പുറം അള്ളാഹുവിന്റെ ഖുർബ്, അള്ളാഹുവിന്റെ സാമീപ്യം ലഭ്യമാവണമെങ്കിൽ അവിടെയും അവനുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. ആ ഖുർബിൽ നിന്നും
സാമീപ്യത്തിൽ നിന്നും മറികടന്നുകൊണ്ട് അള്ളാഹുവിന്റെ ബസ്സില് അള്ളാഹുവിനുള്ള ലയനം ഇവന് ലഭ്യമാവണമെങ്കിൽ അതും ലാ ഇലാഹ ഇല്ലല്ലാഹയിലൂടെയാണ് ബഹുമാനികളെ. ഇങ്ങനെ ഓരോ മേഖലകളിലും നമ്മുടെ ജീവിതത്തിന്റെ വിവിധ മേഖലകളിലും നമ്മോട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, അവിടെയൊക്കെ നമ്മോട് കൂടി നിൽക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. ഏതെങ്കിലും ഒരാൾക്ക് അള്ളാഹുവിനെ അനുസരിക്കാതെ ജീവിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹയെ തൊട്ട് മുഖം തിരിച്ച് ജീവിക്കട്ടെ. അതല്ല, ഒരാൾക്ക് പരിപൂർണമായും അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് അള്ളാഹു ഇഷ്ടപ്പെട്ട ജീവിതം നയിച്ചുകൊണ്ട് അള്ളാഹിന്റെ ഒരു മഹബൂബായ ഇഷ്ടദാസനായി കൊണ്ട് മുന്നേറാൻ ആഗ്രഹമുണ്ടോ എങ്കിൽ അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹയെ മുറുകെ പിടിച്ചുകൊണ്ട് ആ ലാ ഇലാഹ ഇല്ലല്ലാഹയെ മനസ്സിലാക്കി ജീവിക്കുന്നവനായി മാറട്ടെ. मेरे आका हज़रत नूरी अलैहि रहमत व रिज़वान अपने बयानात में, अपनी किताब में खुद वाज़ेह तौर पर लिखे हैं. क्या इरशाद फरमाते हैं? अगर खबर में, अगर सवाल और जवाब में अगर कामयाब होना है तो कलिमा ला इलाहा इल्लल्लाह को जानो. अगर वहां पर मोहम्मद रसूलुल्लाह का दीदार के बाद रसूलुल्लाह को अगर पहचानना है तो कलिमे को जानना जरूरी है. अगर हमको जन्नत में दाखिल होना है तो कलिमा जानना जरूरी है. अगर हमको पुलसिरात पे से गुजरना है तो कलिमा जानना जरूरी है. कल बरोज़ महशर हौज़ कौसर पर मोहम्मद रसूलुल्लाह के हाथों से जाम अगर पीना है तो भी मोहम्मद रसूलुल्लाह को ने जो कलिमे को बयान किया है वो कलिमे को जानना जरूरी है. हत्ता कि कल बरोज़ महशर मोहम्मद रसूलुल्लाह की शिफाअत के अगर मुस्तहिक़ बनना है तब भी ये कलिमे को जानना जरूरी है. जो कलिमे को नहीं जाना, जहन्नम. अल्लाह ताला हम सबों को महफूज रखे. ये दीन जो मोहम्मद रसूलुल्लाह बयान किए है, जो कलिमा मोहम्मद रसूलुल्लाह बयान किए, जो कलिमा को अल्लाह ने बयान किया, उस कलिमे को जिस तरह जानना है ऐन उसी मुताबिक हमको जानने की तौफीक अता फरमाना. ബഹുമാനികളെ, ബഹുമാനപ്പെട്ട നമ്മുടെ ഉപ്പാപ്പ ശൈഖ് ബഹുമാനപ്പെട്ട ശൈഖുന അലൈഹി റഹ്മത്തുള്ളാഹി വ റിദ്വാൻ അവരുടെ കിതാബിൽ വളരെ വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട്. അഥവാ ഏതെങ്കിലും ഒരു അടിമക്ക് നജാത്ത് ലഭ്യമാവണമെങ്കിൽ അവന് ലാ ഇലാഹ ഇല്ലല്ലാഹയിലൂടെ മാത്രമാണ് ആ നജാത്ത് ലഭ്യമാവുകയുള്ളൂ. ഏതെങ്കിലും ഒരു അടിമക്ക് ഖബറിൽ മുൻകർ നക്കീറിന്റെ ചോദ്യങ്ങളിൽ നിന്ന് രക്ഷ നേടണോ, അത് ലാ ഇലാഹ ഇല്ലല്ലാഹയിലൂടെയാണ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദർശനം ഏതൊരാൾക്ക് ലഭ്യമാവണോ, അത് ലാ ഇലാഹ ഇല്ലല്ലാഹയിലൂടെ മാത്രമാണ്. ഏതെങ്കിലും ഒരാൾക്ക് മഹ്ശറയിൽ നിന്ന് സ്വർഗത്തിലേക്ക് പ്രവേശിക്കണോ, അത് ലാ ഇലാഹ ഇല്ലല്ലാഹയിലൂടെ മാത്രമാണ്. ഏതെങ്കിലും ഒരാൾക്ക് സിറാത്ത് പാലത്തിലൂടെ സുഖസുന്ദരമായി കൊണ്ട് പോവണോ എങ്കിൽ അത് ലാ ഇലാഹ ഇല്ലല്ലാഹയിലൂടെ മാത്രമാണ്. ഏതെങ്കിലും ഒരാൾക്ക് ചോദ്യങ്ങളിൽ നിന്ന് അവന്റെ ഹിസാബിൽ നിന്ന് രക്ഷ നേടണോ, അതും ലാ ഇലാഹ ഇല്ലല്ലാഹയിലൂടെ മാത്രമാണ്. ഇങ്ങനെ ഏതൊക്കെ മഹ്ശറയിലും മറ്റുമായി കൊണ്ട് ഇവനെ അഭിമുഖീകരിക്കുന്ന കാര്യങ്ങളുണ്ടോ അവിടെയൊക്കെ ഇവന് രക്ഷയായി വരുന്നത് അത് ലാ ഇലാഹ ഇല്ലല്ലാഹയിലൂടെ മാത്രമാണ്. ഇങ്ങനെ ബഹുമാനപ്പെട്ട ശൈഖുനാ തങ്ങൾ നമുക്ക് വളരെ വിശാലമായി കൊണ്ട് മനസ്സിലാക്കി തരുകയാണ്. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയിലൂടെ മാത്രമാണ് എല്ലാ സ്ഥലങ്ങളിലും എല്ലാ മേഖലകളിലും ബഹുമാനികളെ നമുക്ക് രക്ഷയുള്ളൂ. അതുകൊണ്ട് നാം ലാ ഇലാഹ ഇല്ലല്ലാഹയെ അറിയാൻ, ആ ലാ ഇലാഹ ഇല്ലല്ലാഹയെ മനസ്സിലാക്കാൻ തയ്യാറാവുക. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏത് പ്രകാരമാണോ ലാ ഇലാഹ ഇല്ലല്ലാഹയെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്, ഏത് പ്രകാരമാണോ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഇൽമ് നമുക്ക് നൽകിയിട്ടുള്ളത്, അതിനെ അതേപടി ഉൾക്കൊള്ളുന്നവരായി മാറാൻ നാം ഓരോരുത്തരും ശ്രമിക്കേണ്ടതുണ്ട്. इंशाअल्लाह वक्त 10 बज रहे हैं और किसी को कल फिर काम पे भी जाना है. अल्लाह ताला अगर हयात बाकी रखे फिर कल जमा होंगे इंशाअल्लाह. इसका तर्जुमा कल हम फिर सुनेंगे. अल्लाह ताला हम सबों को सही सुनने की, फिर उस पर अमल की भी अल्लाह ताला हमें तौफीक अता फरमाए. ബഹുമാനികളെ, സമയം 10 മണിയായിട്ടുണ്ട്. ഈ നാളെ പല ആളുകളും ജോലിയുള്ളവരാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ പൂർത്തീകരണം നമുക്ക് നാളെയും ഒക്കെ ആയിക്കൊണ്ടുള്ള നമ്മുടെ ഇരുത്തങ്ങളിൽ നമുക്ക് പൂർത്തീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഇതുപോലെ കേൾക്കുന്നുണ്ടോ ആവശ്യങ്ങൾ കേട്ടതിനനുസരിച്ചുകൊണ്ട് അതേപടി പ്രാവർത്തികരാകുന്ന ആ ഉന്നതന്മാരായ ആളുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. अल्लाह से दुआ है जो भी हम सुन रहे हैं, कह रहे हैं, उस पर अमल की हमें तौफीक अता फरमा. हमारे क़ुलूब में तेरी मोहब्बत अता फरमा, तेरे हबीब की मोहब्बत अता फरमा, तेरे महबूबीन की मोहब्बत अता फरमा. ऐ अल्लाह, जो कलिमे को तूने बयान किया है,
ऐ अल्लाह उस कलिमे को जिस तरह जानना है उसी मुताबिक हमें जानने की तौफीक अता फरमा। तेरे कामिल दीन को समझकर कामिल दीनदार बनने की हमें तौफीक अता फरमा। ऐ अल्लाह तेरे मंशा और मर्जी और क़ानून के हिसाब से ज़िंदगी गुजारने की हमें तौफीक अता फरमा। ऐ अल्लाह हमारी गफलतों को जिक्र में तब्दील फरमा। यहाँ पर जितने भी हाजिर है जो बीमार है सबों को शिफा अता फरमा। जो परेशान है उनकी परेशानियों को दूर फरमा। जो कर्जों में मुब्तला है अल्लाह उन्हें कर्जों से नजात दे। जो बेरोजगार है उन्हें रोजगार अता फरमा। जो बे औलाद है उन्हें औलाद अता फरमा। ऐ अल्लाह तो हम सबों की हिफाजत फरमा। हम सबों की तो हिफाजत फरमा। पीरों के नक्श कदम पर चलने की हमें तौफीक अता फरमा। बिजाह सय्यिदना मुहम्मद मुस्तफ़ा सल्लल्लाहु अलैहि वसल्लम। अस्सलामु अलैकुम व रहमतुल्लाह।